ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ കിച്ചൻ്റെ വർക്ക് നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് അപ്ഡേഷൻസൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ നമ്മൾ കുഞ്ഞു മക്കളുണ്ടാകുമ്പോൾ നോമ്പാണെങ്കിലും രാവിലെ കിച്ചണിക്ക് ഇറങ്ങല്ലാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ മോന് ചോറ് കൊടുത്ത് വിടണം കേട്ടോ. അപ്പോൾ കുക്കറിലാണ് ഇപ്പോൾ ചോറ് വെക്കുക. കുറച്ച് മതിയല്ലോ, കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ കുറച്ച് കഴിഞ്ഞാൽ ചോറായിക്കോളൂ കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കുക്കറിൽ ചോറ് വെക്കാൻ. ഇപ്പോഴും എനിക്ക് പേടി തന്നെയാണ്. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ടും പുറത്തായതുകൊണ്ടും കേട്ടോ, വേറൊന്നുമല്ല. കുറേ മുന്നേ ഒരു ദിവസം കുക്കറിൻ്റെ കയ്യിൽ നിന്ന് സേഫ്റ്റി വാഷർ പൊട്ടിയിട്ട് അങ്ങനെ അതായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടായി. കുക്കർ നല്ല ഹൈറ്റിൽ പൊങ്ങി വീണ് ആകെ വൃത്തികേടായി. ഞാൻ ഭാഗ്യത്തിന് പൊള്ളാതെ രക്ഷപ്പെട്ടു കേട്ടോ. ഈ വീട് പണി നടക്കുന്ന സമയത്താണ് കേട്ടോ. അതന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ചോറല്ല വെച്ചിട്ടുള്ളത്. ഞാൻ കുമ്പളങ്ങ കറി വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തിൻ്റെ ശേഷം എനിക്ക് കുക്കറിൽ അങ്ങനത്തെ കഞ്ഞി ചോറൊക്കെ വെക്കാൻ ഭയങ്കര പേടിയായിട്ട് ഞാൻ ചെയ്യാറില്ല. ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മതി. നമ്മളിവിടെ നോമ്പ് അതിൻ്റെ ശേഷം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കാറുള്ളത് ഇപ്പോൾ. അപ്പോൾ ചോറൊന്നും കഴിക്കാറില്ല കേട്ടോ, ആരും കഴിക്കാറില്ല, മക്കളും ഞങ്ങളൊന്നും കഴിക്കാറില്ല. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പൊരിക്കടി സ്നാക്സ് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ ചേർത്തിട്ട് സാലഡും ജ്യൂസും ഒക്കെയാണ് കഴിക്കാറുള്ളത്. അതേപോലെ തന്നെ ചോറും കഴിക്കാറില്ല. അപ്പോൾ പിന്നെ വെറുതെ വെച്ചിട്ട് നാശമാവും. അവന് മാത്രം വെച്ചാൽ മതി. നമ്മൾ പൊന്നിയരിയല്ലേ വെക്കാറുള്ളത്. അപ്പോൾ 2 ദിവസത്തിനൊന്നും വെക്കുക അങ്ങനെയൊന്നും പറ്റില്ല. ബാക്കിയായി കഴിഞ്ഞാൽ വെച്ചാൽ പിറ്റേ ദിവസം എടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ അന്നുള്ളത് അവന് വൈകുന്നേരം രാവിലെയും കഞ്ഞി കൊടുക്കാനും സ്കൂളിൽ കൊടുത്തു വിടാൻ ചോറിനും അതിന് മാത്രമുള്ളത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വെച്ചു. അതായിരുന്നു ഇപ്പോൾ ഇത്രയും സമയം പണി എനിക്ക് കേട്ടോ. പിന്നെ മുറ്റൊന്ന് അടിക്കണം. ചേച്ചി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലീവാണ്. അപ്പോൾ ഞാൻ മുറ്റടിക്കൽ ബ്ലോവർ കൊണ്ടാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ച് നീക്കിയിട്ട് പിന്നെ ബ്ലോവർ കൊണ്ട് അടിക്കാൻ വിചാരിച്ചു. ഞാൻ കോഡ്ലെസ് ബ്ലോവർ വാങ്ങി കേട്ടോ. മറ്റേ കോഡുള്ള ബ്ലോവർ വാങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടോ, ഒരു 5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ചേച്ചി ഉണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല ഇപ്പോൾ. പിന്നെ ചേച്ചി ഉണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ ഇൻ്റർലോക്കുമെന്നൊക്കെ ബ്ലോവർ കൊണ്ട് അടിച്ചു കൊടുക്കും. ബാക്കി പുല്ലൊന്നും ഒക്കെ ചേച്ചി അടിച്ച് കൂട്ടി വാരും ചെയ്യും കേട്ടോ. അധികം കച്ചറ ഉണ്ടാകുമ്പോൾ ഞാനങ്ങനെ ചെയ്യാറുമുണ്ട്. ഇതിപ്പോൾ കോഡും ഇല്ലാത്തതായ കാരണം നല്ല സുഖമാണ് കേട്ടോ. 1300 രൂപ വില വന്നിട്ടുള്ളൂ. ഇത് നമ്മൾ വാങ്ങിയത് കോയമ്പത്തൂരിൽ നിന്നാണ്. പക്ഷേ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തതാണ് നല്ലത്. അത് നല്ല ഫോഴ്സ് ഉണ്ട്. നമ്മൾ ചില ബ്രാൻഡൊക്കെ നോക്കി വാങ്ങുമ്പോൾ ചിലപ്പോൾ ഫോഴ്സ് ഇല്ല. ഇത് വലിയ കുഴപ്പമില്ല. ആരെങ്കിലുമൊക്കെ കോയമ്പത്തൂരൊക്കെ പോണവരുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങിയാൽ നല്ല യൂസാട്ടോ. കുറച്ച് സമയം കൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത്രയും ഏരിയ മുറ്റം അടിച്ച് എടുക്കാനായിട്ട് പറ്റും. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ അങ്ങനെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു. അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കിച്ചൺ റിനോവേഷൻ ചെയ്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുക 4-5 ദിവസമായിട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്തന്ന് 2-3 ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ അത് എടുക്കുമ്പോൾ. പക്ഷേ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കിന് 4-5 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് വീഡിയോ എടുത്ത അന്നത്തെ വരെയുള്ള അപ്ഡേഷൻ ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിനേക്കാളൊക്കെ പ്രോഗ്രസ് ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ ചിലരെങ്കിലും വിചാരിക്കും ഇവർക്ക് എന്തിൻ്റെ കേടാ, കിച്ചൺ എന്തിനാ അങ്ങനെ ഇപ്പോൾ പണിയെടുക്കുന്നത് തോന്നും. ചിലപ്പോൾ കമൻറ്റ് വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പറയണേ, കിച്ചൻ്റെ ഡോറും അതുപോലെ തന്നെ ഫ്രെയിംസും ഒക്കെ നമ്മൾ തന്നെ മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ തറവാട് പൊളിച്ചിട്ടാണ് വീടുണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ നമ്മൾ വീട് പണിക്ക് മരമേ വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ചല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ പ്ലൈവുഡ് വാങ്ങി. അന്ന് മൾട്ടിവുഡോ WPC ഒന്നും ഇല്ല കേട്ടോ. പ്ലൈവുഡ് പല ക്വാളിറ്റിയിലുള്ളതുണ്ട്, അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ മരം യൂസ് ചെയ്തിട്ട് തന്നെയാണ് അന്ന് കിച്ചൺ കബോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാഷാ അല്ലാ ഈ 13 വർഷം നിങ്ങൾ കാണുന്നതാണ്. വേറെ എവിടെ ഞാൻ കുക്ക് ചെയ്യാറില്ല, ഇവിടെ തന്നെയാണ്. ഇത്രയും കാലമായിട്ട് ഇതിന് മരത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ. കേട് വന്നത് ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെയ്യിപ്പിച്ച തട്ടുകളാണ്. തട്ടുകൾ ഈ ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്ലൈവുഡിൻ്റെ തട്ടുകൾ കേട്ടോ.
അത് ഈ ചേട്ടൻ തന്നെയാണ് കേട്ടോ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ അന്ന് ഹൗസ് വാമിങ്ങിൻ്റെ പണീൻ്റെ സമയത്ത് പണി ഇങ്ങോട്ട് തീരാതായപ്പോൾ നമ്മൾ ബാക്കി പണി പിന്നേക്ക് വെച്ചതാണ്. പിന്നെ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിമൊക്കെ വലിയ ഇതുണ്ടാവില്ലല്ലോ, അങ്ങനെ നിന്ന് പോയതാട്ടോ. അപ്പോൾ ചുമരിൻ്റെ അവിടെ കവർ ചെയ്ത് കൊടുക്കുകയോ തട്ടുകൾ അടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2-3 വർഷം അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ഇവിടുന്ന് ആശേരിനെ വിളിച്ചിട്ട് ഇതിൽ തട്ടടിപ്പിച്ചാണ്. അപ്പോൾ പ്ലൈവുഡിൻ്റെ തട്ടാണ് ഇട്ട് തന്നത്. അപ്പോൾ ഇവർ ചെയ്ത വർക്ക് തന്നെ ഉള്ളിൽ ഒരുപാട് സ്ഥലത്തുണ്ട്, അതിലൊന്നും പ്ലൈവുഡിനൊരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട പ്ലൈവുഡ്, ഞാൻ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട പ്ലൈവുഡ്, എനിക്ക് അറിയാത്തതുകൊണ്ടാണ് വാങ്ങിയവരെ പ്രശ്നമാണോ അറിയില്ല, അത് ഫുള്ള് ചെതൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും നമ്മുടെ മരത്തിനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ വാൾപേപ്പർ കണ്ടില്ലേ, ഞാൻ റിമൂവ് ചെയ്ത് കാണിക്കട്ടെ. ആരോ ഒരാൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാൾപേപ്പർ ഒട്ടിച്ച് റിമൂവ് ചെയ്തപ്പോൾ ആകെ ഗമ്മ് പിടിച്ചിട്ട് റാക്കാകെ നാശമായി എന്ന്. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഒരു കുഴപ്പവും പറ്റില്ല കേട്ടോ റാക്കിന്, ഗ്രാനൈറ്റിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അവർക്ക് കമൻറ്റ് കൂടെ തന്നെ ഈ ഗമ്മ് റിമൂവർ സ്പ്രേൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ കൗണ്ടർ ടോപ്പ് നമ്മൾ മാറ്റും കേട്ടോ. മാറ്റുമെന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്ത് മാറ്റല്ല, ഇതിൻ്റെ മേലെ കൂടെ തന്നെ ഫുൾ ബോഡി ടൈലിടാമെന്നാണ് വിചാരിക്കുന്നത്. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈൽ ഇട്ടതിൻ്റെ ശേഷം കൗണ്ടർ ടോപ്പിലെ ടൈല്, അതായത് ഗ്രാനൈറ്റ് ഇട്ടതിൻ്റെ ശേഷമാണ് വോൾ ടൈലൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ വോൾ ടൈലല്ല, ഇത് ഫ്ലോർ ടൈല് നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തതാട്ടോ. അന്നത്തെ 13 വർഷം മുന്നല്ലേ, അന്ന് ഈ വെള്ളയിൽ ഇങ്ങനെ പല ജഗ്ഗും കപ്പും സാസറും ഫ്രൂട്ട്സിൻ്റെ ഫോട്ടോ ഒക്കെ ഉള്ള ടൈലായിരുന്നു. അപ്പോൾ എനിക്കത് പറ്റാത്തതുകൊണ്ട് എനിക്കൊരു ക്ലാസ്സി ലുക്ക് വേണമെന്ന് കരുതിയിട്ട് ഞാൻ ഫ്ലോർ ടൈൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യിപ്പിച്ച് ഇത് അപ്പോക്സിട്ട് ചെയ്യിപ്പിക്കുകയാണ്, സ്പേസറിട്ട് അപ്പോക്സിട്ട് ചെയ്യിപ്പിക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഗ്രാനൈറ്റ് പൊക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാനേ സാധ്യതയില്ല, ഒന്നുകിൽ ഗ്രാനൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും കിട്ടുക. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ നശിപ്പിക്കണേന് നല്ലത് അതിൻ്റെ മേലെ കൂടെ ഫുൾ ബോഡി ടൈലിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അതും എനിക്ക് ഗ്രാനൈറ്റ് മോശം ഉണ്ടായിട്ടോ ഒന്നുമല്ല കേട്ടോ. ഈ ഒരു സൈഡ് വർക്ക് ചെയ്യണ സൈഡ് ഒന്ന് വലിപ്പം കൂട്ടിയെടുക്കണം, വീതി കൂട്ടിയെടുക്കണം. അപ്പോൾ പിന്നെ അതല്ലാതെ അതിന് ഓപ്ഷൻ ഇല്ല കേട്ടോ, അപ്പോൾ അതും ചെയ്യണം. പിന്നെ ചിമ്മിണീൻ്റെ 2 സൈഡിലും ഒക്കെ അപ്പർ ക്യാബിനറ്റുകൾ ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഡോറുകളൊക്കെ അഴിച്ച് വെച്ച് കണ്ടാലറിയാം ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. പോളിഷ് വരെ 13 വർഷം കഴിഞ്ഞതാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരു ഷോക്ക് കിച്ചനല്ല, സാധാരണ യൂസ് ചെയ്യുന്ന കിച്ചനാണെന്നുള്ള നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ ഇൻഡസൊക്കെ കളർ മാറിയിട്ടുണ്ട്, 13 വർഷമായില്ലേ. ആശേരി ഇത് ചെയ്ത ആശേരിയാണ് ഇപ്പോൾ റിപ്പയറിന് വന്നിട്ടുള്ളത് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ മൂപ്പര് പറഞ്ഞും ചെയ്തിട്ടോ 13 വർഷം കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഒരു കിച്ചണും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടത്. ഡോറുകളിൽ ലെവൽ വ്യത്യാസം പോലും വന്നിട്ടുണ്ടായിരുന്നില്ല, ഒന്നും പറ്റിയിട്ടില്ല. ആകെ ഈ ഒരു പ്രശ്നം പറ്റിയത് അതിൻ്റെ ഉള്ളിലിട്ട പ്ലൈവുഡ്സൊക്കെ ചതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് OCD ആണ്. അപ്പോൾ ഞാനത് വൃത്തിയിൽ എവിടെ ആയാലും എനിക്ക് വൃത്തിയിൽ കിടക്കണം. അപ്പോൾ ഞാൻ വൃത്തിയിലിടാൻ വേണ്ടിയിട്ട് വാൾപേപ്പറൊക്കെ ചെയ്ത് കുറച്ചും കൂടി ഇങ്ങോട്ട് പോട്ടെ എന്ന് എഴുതിയിട്ട്. ഒന്നുമല്ല, മോള് ഓൺലൈനിലിരുന്ന് പഠിക്കണതാണ്, അപ്പോൾ ശബ്ദവും കൊലായാലും വേറെല്ലൊക്കെ വേണ്ടാന്ന് കരുതിയിട്ട് കുറച്ചും കൂടി കഴിയട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എനിക്കെന്തോ ഭയങ്കര നെഗറ്റീവ് അത് കാണുമ്പോൾ, ഉള്ളിലേക്ക് കബോർഡിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ ചെതൽ വന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവ്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ നോക്കണ്ട, നമുക്കത് ശരിയാക്കി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും കളറും മാറ്റാമെന്ന് ഞാൻ തീരുമാനിച്ചു കേട്ടോ. ഒരു ഡാർക്ക് ഷെയ്ഡല്ല ഇതുവരെ നിന്നിരുന്നത്, അപ്പോൾ ലൈറ്റ് ഷെയ്ഡൊക്കെ മാറ്റാം, ഒരു ഐവറി വൈറ്റ് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ദിവസത്തെ പണി, 2ാമത്തെ ദിവസം രാവിലെയാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഇനി 3ാമത്തെ ദിവസം ആയതിൻ്റെ ക്ലിപ്പും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം ആവും എന്നാണ് തോന്നുന്നത്, കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ച കബോർഡുമ്പോൾ തന്നെ ശരിയാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ദിവസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. പുതിയ കിച്ചൺ ചെയ്യുകയാണെങ്കിൽ WPC കൊണ്ട് അല്ലെങ്കിൽ മൾട്ടിവുഡ് കൊണ്ട് ബോക്സ് അടിക്കുക, അതിന് മേലെ സ്ലാബ് ഇടുക, അത്രയുള്ള പണിയേ ഉള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇതിപ്പോൾ ഉള്ള കിച്ചൺ തന്നെ ശരിയാക്കല്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. ഇനി ഓരോ വർക്ക് നടക്കുന്നതിനനുസരിച്ച് അപ്ഡേഷന് ഞാൻ ഇൻഷാ അല്ലാഹ് പറ്റുന്ന പോലെ കാണിക്കാം കേട്ടോ. പിന്നെ അടുത്തൊരു അപ്ഡേഷന് ഞാൻ കാര്യം ചെയ്തത്, നമ്മളിവിടെ കുറച്ചും കൂടി പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് വോളിൽ പോട്ടുകൾ ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ കാണിക്കാൻ കാരണം ഏതൊരു സബ്സ്ക്രൈബർ കമൻറ്റ് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വോളിൽ എങ്ങനെയാണ്
ഹാങ് ചെയ്തിട്ടിട്ടുള്ളത് പൂട്ട് നിന്നിട്ടാ. അപ്പോൾ നമുക്ക് വോൾ ഹാങ്ങിങ് പൂട്ടുകൾ തന്നെ കിട്ടും കേട്ടോ. ഞാൻ ആ ഭാഗത്ത് മണി പ്ലാന്റ് എന്നൊക്കെ വെച്ചിട്ടുള്ള ഡബിൾ പോട്ടാണ്, അതായത് ഇന്നർ പോട്ടും ഹാങ് ചെയ്യണ ഒരു പോട്ടും കൂടെ വന്നിട്ടുള്ളതാണ്. ഇത് സിംഗിളായിട്ടുള്ള പോട്ടാണ് കേട്ടോ. പിന്നെ ഈ ദിവാനും ഇതൊക്കെ ഉള്ള ഭാഗത്ത് ആയതുകൊണ്ട് ഞാൻ താഴേക്ക് ഹോളില്ലാത്ത പോട്ടാണ് നോക്കി വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ നനച്ചു കൊടുത്താൽ മതി, മറ്റേതിൽ നനക്കണ പോലെ നനക്കണ്ട, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതിൽ ചെടികളൊക്കെ വെക്കണം, ഡിഷ് ചെടിയൊക്കെ വെക്കണം എന്ന് വിചാരിക്കും. പാത്രങ്ങളൊക്കെ കുറേ നമ്മൾ കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഗാർഡനിൻ്റെ സ്റ്റോറിൻ്റെ ഉള്ളിലോട്ടാണ് വെച്ചിട്ടുള്ളത്. സ്ഥലം തികയല്ല, നമുക്ക് മേലെ മേലെ വെക്കാൻ പറ്റാത്ത ഐറ്റംസാണ് ഒരുപാട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്നവരെയും അസ്സലാമു അലൈക്കും, ബൈ. Awesome.